ആയിട്ടാണ് പോകുന്നത്. ഈ നിൽക്കുന്നത് നമ്മുടെ കിച്ചു ആണ് ഗൈസ്. ഇത് നമ്മുടെ അപ്പു ആണ്. ഈ ഡാൻസ് കളിക്കുന്ന നമ്മുടെ സ്വന്തം അജു ആണ് ഗൈസ്. ചോപ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അച്ചുവും. പിന്നെ ഇതാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി പ്രിൻസസ്, നമ്മുടെ മാളുക്കുട്ടി. ഈ 5 പിള്ളേരും ഞാനും പിന്നീട് നമ്മുടെ ഷിർനയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇന്ന് പിള്ളേരുടെ ഒക്കെ ബർത്ത്ഡേ അടിച്ചു വിളിക്കണം. ഇവർക്ക് എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പു നീ ഇത് എന്തെടുക്കുവാടാ? ഞാൻ ജ്യൂസ് കുടിച്ചുവാ. നീ കുറച്ചു മുമ്പല്ലേ KFC ചിക്കനൊക്കെ തിന്നത്? എനിക്ക് വീണ്ടും വിശഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ ജ്യൂസ് കുടിക്കുക. അച്ഛനെ പോലെ തന്നെ എപ്പോഴും വിശക്കും. ശരിയായി, അവൻ കഴിക്കട്ടെടി. അവന് വേണ്ടത് എന്താ അവൻ കഴിക്കട്ടെ. അത്രയല്ല അച്ഛ, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക്. എനിക്ക് വിശന്നാ ഞാൻ കഴിക്കും. പിന്നല്ലപ്പൂ, നീ എത്ര വേണോ കഴിച്ചോ. സൂപ്പർ ഡാൻസ്. വാ വജു, നിന്റെ ഡാൻസ് സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ഡാൻസ് ഒത്തിരി രസമുണ്ട് കാണാൻ. എടാ നിന്റെ ഡാൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ എന്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. ഞാനിതിനേക്കാളും സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യും. എടാ ഷിൻജാനെ, വെറുതെ എന്തിനാണ് അജുവിന്റെ മുമ്പിൽ നാണം കിടുന്നേ? എടാ ഷിൻജാനെ, ഡോറിമോനെ, എന്താണ് ഇവിടെ പരിപാടി? അജു ഭയങ്കര ഡാൻസിങ്ങിലാണല്ലോ. നമ്മുടെ അജു ഒരു അല്ലു അർജുൻ ഫാൻ ആയിട്ട് തന്നെ ഭയങ്കര ഡാൻസർ ആണ്. അത് നിർത്താതെ ഡാൻസ് ചെയ്തോണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഡാൻസിങ് ഇഷ്ടമാണോ ഗൈസ്? അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം. നിന്റെ ഡാൻസിങ് ഒക്കെ ഒന്ന് കഴിയട്ടെ, അച്ഛൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് ഐസ്ക്രീം മേടിച്ചു തരാം. വാ ഷിർനായി, നമുക്ക് അടുത്ത മോനെ പോയി നോക്കാം. എടാ ചോപ്പി, മര്യാദക്ക് നിന്റെ വീടിനകത്തുള്ള അച്ചുവിന്റെ ബോൾ തിരിച്ചതാണ്, ഇല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. അച്ചുവിന്റെ ബോൾ ഞാൻ തരൂല, ഇനി അത് എന്റെ ബോളാണ്. എടാ പിഞ്ചാനെ, എന്താണ് പ്രശ്നം? നീയും അച്ചു എന്തിനാടാ ചോപ്പിന്റെ വീടിന് ഫ്രണ്ടിൽ നിൽക്കുന്നേ? എന്തു പറ്റി? ചോപ്പ് എന്തെങ്കിലും കുരുത്തൊക്കെ ഉടപ്പിച്ചോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ ചോപ്പ് നമ്മുടെ അച്ചുവിന്റെ ബോൾ എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുക. നമ്മുടെ അച്ചുവിന്റെ ബോൾ എടുത്ത് അവന്റെ കൂട്ടിന്റെ അകത്ത് വെച്ചിട്ട് അവൻ തരുന്നില്ല. എന്റെ ബോൾ എനിക്ക് മേടിച്ച് താ. ഈ ചോപ്പ് ഐക്കുട്ടി എനിക്ക് ബോൾ തരുന്നില്ല. എടാ ചോപ്പേ, മര്യാദക്ക് അവന് ബോൾ കൊടുത്തോ, ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ചിക്കൻ തരത്തില്ല. ഞാൻ ബോൾ കൊടുക്കാം, എനിക്ക് ചിക്കൻ വേണം. അച്ഛാ താങ്ക് യു, എന്റെ ബോൾ മേടിച്ചു തന്നേന്. ലവ് യു അച്ഛാ. അച്ഛനുള്ളപ്പോ നീ എന്തിനാ മോനെ മേടിക്കുന്നേ? ഈ ഫ്രാങ്ക്ലിൻ അച്ഛനില്ലേ, നിനക്ക് ബോളല്ല എന്ത് വേണമെങ്കിലും ഞാൻ തിരിച്ചു മേടിച്ചു തരില്ലേ? എടാ അച്ഛേ, നമുക്ക് പോയി ഫുട്ബോൾ കളിക്കാം. ഓക്കേ പിഞ്ചാം മാമ, നമുക്ക് പോയി ഫുട്ബോൾ കളിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ അച്ചു. ആളൊരു പാവമാണ്, ആളൊരു കിടിലൻ ഫുട്ബോൾ പ്ലെയർ. എനിക്ക് എന്നേ മാറി. നിന്നോട് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ പിണങ്ങാനോ നിന്നെ ഒറ്റയ്ക്കാക്കാനോ പറ്റുമോ? നീ ഇല്ലെങ്കിൽ ഞാനില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. നമ്മൾ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ലവ് യു അച്ഛാ, ഷിൻജാ മാമ. അങ്ങനെ ഗൈസ്, നമ്മൾ ഈ മാഫിയ ബോസിനെ ടീമിനെ പിടിച്ച് പോലീസിൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ കിച്ചുവിനെ നമ്മൾ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കാൻ പോവാണ്. നമ്മുടെ ഷിൻജാനും ഞാനും എല്ലാവരും വീണ്ടും ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. അതെ ഗൈസ്, എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കേ. സൂപ്പർ വീഡിയോ എന്ന് കൂടെ കമന്റ് ഇടണേ ഗൈസ്.